السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين. الصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. أما بعد. പരിശുദ്ധമാക്കപ്പെട്ട ഹബീബിന്റെ ജീവിതത്തിന്റെ താളുകളിലൂടെ, നമ്മുടെ ജീവിതത്തിന്റെ കണ്ണാടികളിലൂടെ ഒന്ന് നോക്കുമ്പോൾ ആ തന്നെ ജീവിതം ഒരിക്കലും പറഞ്ഞു തീർക്കാൻ സാധ്യമല്ല. മക്കയിൽ നിന്ന് അല്ലാഹുവിന്റെ നിർദ്ദേശപ്രകാരം മദീനയിലേക്ക് പലായനം ചെയ്യുന്നു ഹബീബായ നബി തങ്ങള്. AD 622 റബീഉൽ അവ്വൽ 12 മദീന നഗരി മൊത്തം അണിഞ്ഞൊരുങ്ങുകയാണ്. മക്കയിൽ നിന്ന് വരുന്ന മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വരവേൽക്കാൻ ആവേശത്തോടെ കാത്തിരിക്കുകയാണ്. ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ആ നേതാവിനെ ഒന്ന് കാണാനും സ്വീകരിക്കാനും ആബാലവൃദ്ധ ജനങ്ങൾ ഒരുങ്ങിക്കൂടിയിരിക്കുകയാണ്, തെരുവിലിറങ്ങിയിരിക്കുകയാണ്. ദഫ്മുട്ടി പാട്ടുപാടാൻ പാട്ടുസംഘങ്ങൾ അണിഞ്ഞൊരുങ്ങിയിട്ടുണ്ട്. വഴിവക്കിലെ ഈന്തമരത്തിന്റെ മുകളിൽ കയറി മട്ടുപ്പാവുകളിലും മറ്റു സ്ഥലങ്ങളിലും ജനങ്ങൾ കൂടി നിൽക്കുകയാണ്. എന്തിന്? ലോകം പടക്കാൻ കാരണഭൂതനായ അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രവാചകന്റെ ആഗമനം പ്രതീക്ഷിക്കുകയാണ്. അവസാനം പ്രതീക്ഷ പോലെ നായകനതാ കടന്നു വരുന്നു. അവർ പാട്ടുപാടി ദഫ് കൊട്ടി ആവേശത്തിന്റെ തിരമാലകൾ ആർത്തിരമ്പുകയാണ്, അലക്കടൽ ഉയരുകയാണ്. ഇനി എല്ലാവർക്കും പ്രവാചകന് വേണം. തങ്ങളുടെ വീട്ടിൽ ഹബീബായ നബി തങ്ങൾ താമസിക്കണമെന്ന് ഓരോരുത്തരും ആഗ്രഹിക്കുകയാണ്. ഓരോരുത്തരും വാശി പിടിച്ചു. ചിലർ പ്രവാചകൻ സഞ്ചരിക്കുന്ന ഒട്ടകത്തിന്റെ കയറ് പിടിച്ചു തങ്ങളുടെ ഭാഗത്തേക്ക് വലിക്കാൻ തുടങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാവരെയും ആശ്വസിപ്പിച്ചു. അവരുടെ സ്നേഹത്തിന്, അവരുടെ ആശീർവാദത്തിന് നന്ദി പറഞ്ഞു. അവരോട് പറഞ്ഞു, ആരും ഒട്ടകത്തിന്റെ കയറ് പിടിക്കേണ്ടതില്ല. എവിടെ പോയി നിൽക്കണമെന്ന് ഒട്ടകത്തിനറിയാം. ഒട്ടകം നിൽക്കുന്നിടത്താണ് എൻ്റെ താമസം. അവിടെയാണ് ഇസ്ലാമിന്റെ മദീനയുടെ ആസ്ഥാന മന്ദിരവും കടന്നു വരിക. ഒട്ടകം പതുക്കെ നടന്നു. അവസാനം അത് ചെന്നു നിന്നത് ആളൊഴിഞ്ഞോടി മെച്ചിൻ സ്ഥലത്താണ്. അബൂ അയ്യൂബുൽ അൻസ്വാരി റളിയല്ലാഹു തആല അൻഹുവിന്റെ വീടിനോട് ചേർന്ന നാൽക്കാലികൾ മേയുന്ന സ്ഥലത്താണ് ഒട്ടകം നിന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ ഇറങ്ങി. നേരത്തെ പറഞ്ഞതുപോലെ ഒട്ടകം മുട്ടുകുത്തിയ ആ സ്ഥലത്ത് ഇസ്ലാമിന്റെ ആസ്ഥാനവും പള്ളിയും വേണം. ആ സ്ഥലം ഹബീബായ നബി തങ്ങൾക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തു. അങ്ങനെ സ്ഥലത്തിന്റെ ഉടമയാരെന്ന് മുത്തുനബി തങ്ങൾ അന്വേഷിച്ചു. നോക്കുമ്പോൾ ആ ഭൂമി സഹൽ, സുഹൈൽ എന്നീ 2 അനാഥ മക്കളുടേതാണ്. സഹിൽ എന്ന പേരും സുഹൈൽ എന്ന പേരുള്ള 2 അനാഥ കുട്ടികളുടേതാണ്. വിവരമറിഞ്ഞ ആ മക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് ഓടിയെത്തിയിട്ട് പറഞ്ഞു, റസൂലേ, ഈ ഭൂമി ഞങ്ങൾ പള്ളി നിർമ്മിക്കാൻ മറ്റും അങ്ങേക്ക് ദാനമായിട്ട് നൽകാം റസൂലേ. അങ്ങ് സ്വീകരിക്കുമോ റസൂലേ? ഒന്ന് സ്വീകരിച്ചാലുമെന്ന് ഇവർ കെഞ്ചി പറഞ്ഞു നോക്കി. പക്ഷേ മുത്ത് ഹബീബായ നബി തങ്ങൾ സമ്മതിച്ചില്ല. പരിശുദ്ധ ദീനിനെ കളവാക്കുന്നവൻ ആരെന്ന് നബിയെ നിങ്ങൾക്കറിയുമോ? അത് യത്തീമിനെ തടഞ്ഞു വെച്ചവനാണ്. യത്തീമിനെ നല്ലോണം പരിഗണിക്കണം. ഹബീബായ നബി തങ്ങൾ സമ്മതിച്ചില്ല. അനാഥരുടെ ഭൂമി ദാനമായി വേണ്ട. അവിടുന്ന് ഉറപ്പിച്ചു പറഞ്ഞു. സഹലും സുഹൈലും പലവട്ടം സമ്മതം ചോദിച്ചിട്ട് ഹബീബിന്റെ കാലിൽ വീണ് പറഞ്ഞു. പക്ഷേ അതിനോട് ഹബീബ് തങ്ങൾ യോജിച്ചില്ല. അവസാനം വിലക്ക് വാങ്ങാൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവർക്ക് സമ്മതിച്ചു. അങ്ങനെ ഇസ്ലാമിന്റെ എക്കാലത്തെയും ആസ്ഥാന മന്ദിരം മസ്ജിദുൻ നബവി, ആ തർക്കഭൂമിയിൽ എന്ന് പറഞ്ഞാൽ സഹലും സഹ്വലും തർക്കിച്ചുകൊണ്ട് നിങ്ങൾ സ്വീകരിക്കണമെന്ന് പറഞ്ഞ ആ തർക്കഭൂമി
അല്ലാതെ ബാബരി മസ്ജിദിന്റെ തർക്കമല്ല. ആ തർക്ക സ്ഥലത്ത് പിന്നീട് മസ്ജിദുൻ നബവി ഉയർന്നു പൊന്തുകയാണ് മുഅ്മിനീങ്ങളെ. അതാണ് മദീന പള്ളി. മദീനയിലെ മദീന മുനവ്വറയിലെ പച്ചക്കുപ്പയുടെ താഴ്വരയിൽ ഹബീബ് അന്ത്യവിശ്രമം കൊള്ളുമ്പോൾ അല്ലാഹുവേ അവിടത്തേക്ക് പലതവണ ചൊല്ലാൻ, ഹബീബിനെ മനാമിലെങ്കിൽ ഒന്ന് കാണാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ തമ്പുരാനെ. ആമീൻ ബിറഹ്മതിക യാ റബ്ബ്.